തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്ത വൈരാഗ്യത്തിൽ MLA ഫണ്ട് പിൻവലിച്ചെന്ന ആരോപണം. വൈക്കം MLA CK ആഷയ്ക്കെതിരെയാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. വൈക്കം നഗരസഭയിലെ വയനവേലി റോഡ് നിർമ്മാണത്തിന് MLA അനുവദിച്ച 15 ലക്ഷം രൂപയാണ് പിൻവലിച്ചത്. വൈക്കം വയനവേലി പോളശ്ശേരി റോഡിന് ബഹുമാനപ്പെട്ട MLA അനുവദിച്ച 15 ലക്ഷം രൂപ അത് ഇപ്പോൾ വെട്ടിക്കളയുകയുണ്ടായി. ആ നടപടി തികച്ചും ദൗർഭാഗ്യകരമാണ്. ആ റോഡിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളോടും ആ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുമുള്ള വെല്ലുവിളിയായിട്ടാണ് ഇത് കാണുന്നത്. ഇതിനെല്ലാം കാരണം എന്നുള്ളത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ആ മേഖലയിലെ 5 വാർഡുകളും ജയിച്ചു വരികയുണ്ടായി. അതിൽ രാഷ്ട്രീയ വിരോധം തീർത്തതാണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ CK ആശ MLA നിഷേധിച്ചു. ലാപ്സ് ആകാതിരിക്കാനാണ് ഫണ്ട് പിൻവലിച്ചതെന്നും കൃത്യമായ സമയത്ത് എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതിനാലാണ് നടപടിയെന്നും CK ആശ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടതുപക്ഷം ഭരിക്കുന്ന വൈക്കം ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന റോഡിന്റെ ഫണ്ടും പിൻവലിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ഞങ്ങൾ കൂട്ടമായിട്ട് ആലോചിച്ചിട്ട് ചെയ്തതെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് പോലും ആകാത്ത പ്രവൃത്തികൾ ഏത് എന്നുള്ളത് നോക്കി. ടെൻഡറായിട്ട് ആരും എടുക്കാതെ കിടക്കുന്ന വർക്ക് ഏത് എന്നുള്ളത് നോക്കി കഴിഞ്ഞപ്പോൾ 2 വർക്കാണ് നമുക്കതിൽ പ്രധാനമായിട്ട് നമുക്കത് കിട്ടിയത്. അതിൽ ഒന്ന് ഈ വയനവേലി റോഡാണ്. 7-ാം മാസത്തിൽ എഴുതി കൊടുത്ത റോഡിന് നാളെ അതുവരെയായിട്ട് എസ്റ്റിമേറ്റ് പോലും ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിട്ടിട്ടില്ല. നമ്മുടെ സമയം തീരാൻ പോകുന്നു, നമുക്ക് എക്സ്പെൻഡിച്ചർ കാണിക്കണം, നമുക്ക് ഫണ്ട് ലാപ്സായി പോകാതിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു 15 ലക്ഷം രൂപയുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഒന്ന് വൈക്കം ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ കൂടിയുള്ള റോഡായിരുന്നു 10 ലക്ഷം രൂപ. അത് ടെൻഡർ ഇട്ടിട്ട് അത് ആരും എടുക്കാത്തൊരവസ്ഥയ്ക്കായിരുന്നു. ഈ 2 റോഡും ഇതെല്ലാ വർഷവും എല്ലാ MLA-മാരും ജനപ്രതിനിധികളും ചെയ്യുന്നൊരു കാര്യമാണ്. അഖിൽ കെ വിശദാംശങ്ങൾ നൽകും. അഖിൽ, ഈ വികസനത്തിനായി വകയിരുത്തിയ ഫണ്ട് പിൻവലിച്ചതിൽ കോൺഗ്രസിന്റെ ആരോപണം എങ്ങനെയാണ്? CK ആശ MLA അതിന് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇത് സ്വാഭാവികമായി എല്ലാ MLA-മാരും ചെയ്യുന്ന ഒരു നടപടിക്രമം എന്ന നിലയിലാണോ ഇപ്പോൾ MLA-യുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിരിക്കുന്നത്? ആര്യ, തീർച്ചയായും MLA അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സ്വാഭാവികമായ നടപടിയാണ്. ഇത്തരത്തിൽ എസ്റ്റിമേറ്റ് ഒന്നും ഉണ്ടാകാതെ വരുമ്പോൾ മറ്റേതെങ്കിലുമൊക്കെ പ്രവർത്തിക്കും കൂടുതൽ ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് ഇത്തരത്തിൽ എസ്റ്റിമേറ്റ് ആവാത്ത ഫണ്ടുകളിൽ നിന്നും പിൻവലിക്കുന്നതാണ്. പക്ഷേ അനാവശ്യമായ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കി രാഷ്ട്രീയമായി ഇതിനെ മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ള ആരോപണമാണ് എന്തായാലും CK ആശ MLA മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ ഫണ്ട്, അതായത് തങ്ങൾക്ക് അനുവദിച്ച ആ വാർഡ്, അത് മുൻപ് LDF ഭരിക്കുന്ന സമയത്തായിരുന്നു ആ വാർഡ് നൽകിയത്. ആ LDF-ൽ നിന്നും ആ വാർഡ് തിരിച്ചു പിടിച്ചതോടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇത്തരത്തിൽ ഈ MLA ഫണ്ട് ഈ തിരിച്ചു വാങ്ങുന്ന 15 ലക്ഷം രൂപ വയനവേലി റോഡിൽ 5 ലക്ഷം രൂപ തിരിച്ചു പിടിക്കുന്ന നടപടിയിലേക്ക് പോകുന്നെന്ന് രാഷ്ട്രീയ ആരോപണം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ഈ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരോപണത്തെയും ഇവർ നിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ 11-ാം മാസം, അതായത് നവംബർ 11-ാം മാസം ഇത്തരത്തിലൊരു എസ്റ്റിമേറ്റ് ജില്ലാ പഞ്ചായത്തിലേക്ക് നൽകിയതായിട്ടും MLA ആശ പറയുന്നു. പക്ഷേ MLA പറയുന്നത് ജില്ലാ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് ജനുവരിയിൽ യോഗം ചേരുമ്പോൾ കളക്ടറേറ്റിന്റെ ചേംബറിലേക്ക് ഈ പറയുന്ന എസ്റ്റിമേറ്റുകളൊന്നും എത്തിയിട്ടില്ല. കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗമാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷേപമുണ്ടെങ്കിൽ അത് അത്തരത്തിൽ ഔദ്യോഗികമായി കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അവർ കൃത്യമായി പറയുമെന്ന്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് എന്തായാലും CK ആശ MLA പറയുന്നത്. ഈ 15 ലക്ഷം രൂപ മാത്രമല്ല, LDF-ന്റെ ബ്ലോക്കിന് കീഴിൽ വരുന്ന LDF ഭരിക്കുന്ന ബ്ലോക്കിന് കീഴിൽ വരുന്ന ആ ബ്ലോക്കിന്റെ ഡിവിഷനിൽ വരുന്ന ഒരു റോഡിന്റെയും 10 ലക്ഷം രൂപയും തിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് പുതിയതായത് MLA പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുതിയതായി കൃത്യമായി എസ്റ്റിമേറ്റ് സമർപ്പിച്ചാൽ ഈ 15 ലക്ഷം രൂപ വീണ്ടും അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യമാണ് MLA പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ അവർ കൃത്യമായ പുതിയ ടെൻഡർ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് പുതിയ 10 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യും എന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് MLA-യുടെ പക്ഷം. പക്ഷേ കോൺഗ്രസ് ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ്. എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. MLA രാഷ്ട്രീയമായി തന്നെ, അതായത് വാർഡ് പിടിച്ചതിന്റെ വൈരാഗ്യം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ 15 ലക്ഷം രൂപ പിൻവലിച്ചതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ആര്യ, ഓക്കെ, അഖിൽ കെ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.